കേരളം സന്ദർശിക്കാൻ UAE പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷണിച്ചു. ഷെയ്ഖ് മുഹമ്മദുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെയാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ കേരളത്തിലേക്ക് ക്ഷണിച്ചത്. ദുബായിൽ നിന്ന് ജമാലുദ്ദീന്റെ റിപ്പോർട്ട് കാണാം. ദുബായ് മർമൂം പാലസിൽ വെച്ചാണ് UAE പ്രധാനമന്ത്രിയും വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തിയത്. ഊഷ്മളമായ സ്വീകരണമാണ് മുഖ്യമന്ത്രിക്ക് UAE പ്രധാനമന്ത്രിയുടെ കൊട്ടാരത്തിൽ ലഭിച്ചത്. കേരളം സന്ദർശിക്കാൻ മുഖ്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദിനെ ക്ഷണിച്ചു. കേരളത്തെക്കുറിച്ചും മലയാളികളെക്കുറിച്ചും നല്ല അഭിപ്രായമാണ് ഷെയ്ഖ് മുഹമ്മദ് പങ്കുവച്ചത്. തന്റെ പാലസിൽ 100% മലയാളികൾ ജോലി ചെയ്യുന്നുണ്ടെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു. എന്തുകൊണ്ടാണ് മലയാളികൾ ഇത്രയേറെ UAE ഇഷ്ടപ്പെടുന്നതെന്ന് ഷെയ്ഖ് മുഹമ്മദ് പിണറായി വിജയനോട് ചോദിച്ചു. മലയാളികൾ ഈ രാജ്യത്തെ അവരുടെ രണ്ടാം വീടായാണ് കാണുന്നതെന്ന് മറുപടി നൽകിയതായി മുഖ്യമന്ത്രി പിന്നീട് നടന്ന പൊതുസമ്മേളനത്തിൽ പ്രവാസി മലയാളികളോട് പറഞ്ഞു. ഈ വർഷം തന്നെ ഷെയ്ഖ് മുഹമ്മദ് കേരളം സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഒരു ചോദ്യമുണ്ട്, നമ്മൾ ദേവിയെ ചോദിക്കുക, എന്തുകൊണ്ടാണ് അവിടുന്ന് മലയാളികൾ കൂട്ടത്തോടെ ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾക്കറിയാലോ, അതൊരു കുഴക്കുന്ന ചോദ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അവരെല്ലാവരും അവരുടെ രണ്ടാം വീടായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അപ്പൊ ഈ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞു, ഇവിടെ 80% മലയാളികളാണ്. അപ്പൊ അതിന് അദ്ദേഹം ഒരു തിരുത്ത് നടത്തി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അടുത്ത് 100% മലയാളികളാണ്. ഈ സൈനസിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അദ്ദേഹം ഹൃദയപൂർവ്വം അത് സ്വീകരിച്ചു. നമുക്ക് ഈ വർഷം തന്നെ നമ്മുടെ മണ്ണിൽ അദ്ദേഹത്തിന് ആതിഥ്യമരുളാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAE ഇന്ത്യൻ അംബാസഡർ നവദീപ് സിംഗ് സൂരി, UAE മന്ത്രി റീം അൽ ഹാഷിമി, ചീഫ് സെക്രട്ടറി ടോം ജോസ്, നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ MA യൂസഫ് അലി, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ്, നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി ഇളങ്കോവൻ, മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ജമാലുദ്ദീൻ, ദുബായ്.